നിബിതങ്ങളുടെ ഹദീസുകൾ മനഃപ്പാഠമാക്കിയ മഹാന്മാരായ പണ്ഡിതന്മാര് പറയാ, ഓ എന്റെ മുമ്പിലെ 6 വിഭാഗം പെണ്ണിനെ നീ കല്യാണം കഴിക്കാൻ പാടില്ല. ഓ എന്റെ ചെറുപ്പക്കാരെ, നിങ്ങളെ ഭർത്താവാകുന്നതിന് മുമ്പ് ആലോചിച്ചോളൂ, എങ്ങനത്തെ പെണ്ണിനെയാ കഴിക്കരുതെന്ന് പറഞ്ഞത്. ലാ അന്നാന വലാ മന്നാന വലാ ഹന്നാന വലാ തുങ്കിഹോ ഹദ്ദാഖ വലാ ബറാഖ വലാ ഷദ്ദാഖ. 6 വിഭാഗം പെണ്ണിനെ നിങ്ങൾ കല്യാണം കഴിക്കാൻ കുടുങ്ങിപ്പോകും. പിന്നെ ത്വലാഖ് ചൊല്ലേണ്ടി വരും, കുടുംബം കൊഞ്ഞാട്ടായി പോകും. അതുകൊണ്ട് കല്യാണം കഴിക്കുമ്പോ ആ പെണ്ണിനെ കുറിച്ച് നല്ലോണം ആലോചിച്ചോളൂ. ഏതാ കഴിക്കണ്ടെന്ന് പറഞ്ഞതില്ല, അന്നാനായാകുന്ന പെണ്ണിനെ നിങ്ങൾ കല്യാണം കഴിക്കരുത്. എന്താണ് ഈ അന്നാന എന്ന് പറഞ്ഞാൽ? അല്ലദീ തുക്സിറു തഷ്ഖാ വൽ അനീൻ. എപ്പോഴും കംപ്ലൈന്റ് പറയുന്ന പെണ്ണിനെ നിങ്ങൾ കല്യാണം കഴിക്കണം. അനങ്ങിയ സങ്കടം പറഞ്ഞു, എപ്പോ നോക്കിയാലും തേങ്ങിക്കരി, എന്ത് കേട്ടാൽ ജലദോഷം പിടിച്ചിട്ടല്ല, സങ്കടാണ്. ഇങ്ങനത്തെ പെണ്ണുങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കെട്ടാൻ പോണം. അതൊക്കെ ഉണ്ടോന്ന് കല്യാണം കഴിക്കണതിന് മുമ്പ് ആ പെരയിൽ പോയി ഒന്ന് അന്വേഷിക്കും. ബാക്കി അങ്ങനെ കുറുമ്പുണ്ടോ ഉണ്ടെങ്കിൽ കെട്ടാൻ വെക്കാം. ചൊറുക്കുണ്ടായിട്ട് കാര്യം, കുറുമ്പുണ്ടായി എല്ലാ ചൊറുക്കും കുറുമ്പിലാണ് ബാധ്യമായി പോകും. അന്നാനയായ പെണ്ണിനെ കല്യാണം കഴിക്കണ്ട. അതേ, ഏത് സമയത്തും സങ്കടം പറയുന്ന പെണ്ണ്, എപ്പോഴും തലവേദനയുള്ള പെണ്ണ്, വീട്ടിൽ കണ്ട കയറി വരുമ്പോ കണ്ടോ നിങ്ങൾ അനിയന്റെ ഭാര്യ കാട്ടിയ പണി കണ്ടോ? ഇവിടെ അതിനെന്താ പേര്? ഞങ്ങളുടെ ഇളച്ചി മുത്തച്ചി ഇവിടെ പേരിട്ടിട്ടില്ലേ? നിങ്ങൾ എന്തെങ്കിലും ഒരു പേരിടണം. അനിയന്റെ ഭാര്യന് ഞങ്ങളെ ഭാഗത്ത് ഇളച്ചിയാണ്, ജ്യേഷ്ഠന്റെ ഭാര്യയെ കുറിച്ച് മൂത്തച്ചിന്. ഇവിടെ എന്താ പറയാ? അങ്ങനെയും പോത്തിറച്ചി എന്ന് പറയാനില്ല. നാളെ ഞാൻ മംഗലാപുരത്ത് ഞങ്ങൾക്ക് ഈ പള്ളിക്കൊരു ബോറ് വേണം. ഞാൻ പള്ളി എല്ലാവരും ഉഷാറാക്കാൻ നോക്കണം, ബോറാക്കാനാ നോക്കണം. നമുക്ക് ബോറ് ആണ് അവിടെ കിണറ്. ഞാൻ പറഞ്ഞ പേര് വളരെ ബോറായി പോയി. ബോറ് തന്നെ പറയാൻ നിങ്ങൾ രണ്ടാളും ആ ഭാഗത്തേര ഇവിടെയും ബോറെന്നറിയാം. ഞാനറിയാതെ പറഞ്ഞാട്ടെ, നിങ്ങൾ നമ്മളെ വണ്ടി തടുത്തിക്കണ്ട. നമ്മള് അറിയാതെ പറഞ്ഞു. ഞാൻ മംഗലാപുരത്ത് മാത്രം പറഞ്ഞു, ഇവിടുത്തേര് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. അത് ഓരോ നാടിനനുസരിച്ചുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. മലപ്പുറത്ത് പോയി നോക്കണ്ട ഓരോ വർത്താനം കേൾക്കാൻ. ചീത്ത പറയാൻ പറ്റിയ വാക്കാണ് മലപ്പുറം ഭാഷ. ഒരാളെ ചൂടാക്കാൻ പറ്റിയ വാക്കാടാ ചീച്ചരക്കണ. നിന്റെ ഫാദറിന്റെ ഹെഡ് എന്ന ആർക്കും വലിയ ഉഷാറൊന്നും പകരൊന്നും പറയും. എന്റെ വാപ്പാനെ തലാന്നൊക്കെ പറഞ്ഞതേ ഓർമ്മ ഉണ്ടാവും. അതാണ് ചീത്തരാൻ പറ്റിയ വർത്താനാണ് മലപ്പുറം ഭാഷ. ഞാനിപ്പോ അത് വിശദീകരിച്ചു. മഹാന്മാരായ സ്വാലിഹീങ്ങൾ പറയുന്നു, അന്നാനയായ പെണ്ണിനെ നീ വിവാഹം ചെയ്യരുത്, നീ കല്യാണം കഴിക്കാൻ പോകരുത്. കംപ്ലൈന്റ് വല്ലാതെ പറയുന്ന, തേങ്ങലടിക്കുന്ന പെണ്ണ്, വിഷമിപ്പിക്കുന്ന പെണ്ണ്, തലവേദന ഉണ്ടാക്കുന്ന പെണ്ണ്, ആ പെണ്ണിനെ നീ കല്യാണം കഴിക്കേണ്ടതില്ല. രണ്ടാമതോ മഹാന്മാരായ സ്വാലിഹീങ്ങൾ പറയുള്ളൂ, വലാ മന്നാന, മന്നാനയെയും കല്യാണം കഴിക്കണം. മന്നാന എന്ന് പറഞ്ഞാല് ചെയ്ത ഗുണങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയും. നിങ്ങളെ എവിടുന്ന് നിങ്ങൾക്ക് വിസ കിട്ടി? എന്റെ ആങ്ങളെ തന്നതല്ലേ നിങ്ങൾക്ക് വിസ, പിന്നല്ലേ നിങ്ങൾ വലിയ മൊയലാളൊക്കെ ആയത്. എന്തേനി നിങ്ങളെ അവസ്ഥ? മീൻ വിറ്റടക്കണ നിങ്ങളിപ്പോ ബോട്ടിന്റെ മൊയലാളിയത്. എങ്ങനെയാ നിങ്ങൾ ഇങ്ങനെ ആയത്? എന്തെങ്കിലും ഒരു കോണം ചെയ്തപ്പോൾ അതിങ്ങനെ പറന്നെ പറയാം. എന്റെ 5 പാവം പാണ്ടം വെച്ചിട്ടല്ലേ നിങ്ങൾ സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്ത്. ഞാൻ ചെറുപ്പക്കാരോട് പറഞ്ഞു, കഴിയണ പരമാവധി പെണ്ണിന്റെ ഒരു ഉറുപ്പെടുക്കരുത്.
ഇടുത്തങ്ങൾക്ക് സുഖം ഉണ്ടാവും. നല്ല പെണ്ണുങ്ങൾ നിങ്ങൾ ഈ ചിലങ്കോടുണ്ട് നോക്കണം. ഇവിടെ അല്ലാത്തവർക്കൊക്കെ മോശം. ഇവിടെ കുറച്ച് പെണ്ണുങ്ങൾ നല്ല ഉണ്ടാവും. അള്ളാഹുവർക്കൊക്കെ വർക്കത്തിക്കട്ടെ. അടകള് ചെയ്തു പോയ ഗുണങ്ങൾ എടുത്തു പറയുന്ന പെണ്ണിനെ അത് ഓടി ചെറുപ്പത്തെ പഠിച്ചായിരിക്കും. വീട്ടുകാരോട് ചോദിച്ചാൽ മതി എങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഉണ്ടെങ്കിലേ വേഗം പോരി വേറെ പെണ്ണോക്കാം. വലാ മന്നാന ചെയ്തു പോയ അനുഗ്രഹങ്ങളെ ഫഅൽതുലി അദരിക കദാവതദാ. നിങ്ങള് രാവിലെ എണീക്കുമ്പോഴേക്ക് ഞാൻ ചായ എടുത്തു തന്നില്ലയോ, നിങ്ങളെ വസ്ത്രം ഞാൻ അലക്കിയില്ലയോ, ഞാനത് തേച്ച് വൃത്തിയാക്കിയില്ലയോ, നിങ്ങൾക്ക് വേണ്ടതല്ല ഞാൻ ചെയ്തു തന്നില്ലയോ, എന്നിട്ട് എനിക്കൊരു ദിവസം നാട്ടു പോകാനുള്ള അവസരം നിങ്ങൾ തന്നില്ലല്ലോ എന്നിങ്ങനെ പെണ്ണ് പറഞ്ഞ് പെണ്ണ് ചെയ്ത കാര്യങ്ങള് ഓരോന്ന് എടുത്തു പറയുന്ന ശീലമുള്ള പെണ്ണിന് നിങ്ങളെ ഭാര്യയായി സ്വീകരിക്കല്ലോ എന്ന് മഹാന്മാരായ സ്വാലിഹീങ്ങൾ പറയുകയാണ്. രണ്ടാമതോ മഹാന്മാര് പറയുന്നു വലാ ഹന്നാന. ഹന്നാന എന്ന് പറഞ്ഞ പെണ്ണ് നിങ്ങൾ കെട്ടാൻ നിൽക്കണ്ട പുതിയാപ്പിളാരെ. ഹന്നാനയെ കെട്ടില്ല. എന്താണ് ഈ ഹന്നാന? അല്ലത്തി തഹിന്നു ഇലാ സൗജിൻ ആഖർ. വേറെ ആരോടോ ഒരു ചെറിയ ലൈന് മുമ്പുണ്ടായിരുന്നു. ഇവൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് വേറെ ആളുടെ ലൈൻ ഉണ്ടായിരുന്നു. ഇവൻ കല്യാണം കഴിച്ചതിന് ശേഷം ഓളെ ചിന്ത എവിടെയുണ്ട്? മറ്റവന്റെ അടുത്താണ്. സ്വന്തം ഭർത്താവിനോടുള്ള സ്നേഹം മറ്റൊരാൾക്ക് പങ്കിട്ട് കൊടുക്കുന്ന ഭാര്യയെ നിങ്ങളെ കല്യാണം കഴിക്കണ്ട. ശാരീരിക ബന്ധത്തിന് മാത്രമല്ലോ, നിങ്ങളെക്കാൾ കൂടുതൽ സ്നേഹം മറ്റൊരാൾക്ക് കൊടുക്കുന്ന പെണ്ണുണ്ടോ? അത് സിനിമാ നടന്മാരായാലോ, ക്രിക്കറ്റ് താരന്മാരായാലോ, ഫുട്ബോൾ താരങ്ങളായാലോ, നിന്റെ ഭർത്താവിനേക്കാൾ കൂടുതൽ വേറെ പെണ്ണിലേക്ക് മനസ്സ് കൊടുക്കുന്ന പെണ്ണാണോ? നിങ്ങൾക്ക് കെട്ടൽ യോജിച്ച പെണ്ണല്ലേ? അല്ല. നിങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇനിയോ നീ കെട്ടാൻ പാടില്ലാത്ത മറ്റൊരു പെണ്ണാണ് വലാ തൻകിഹു ഹദ്ദാഖാ. യാകുന്ന പെണ്ണിനെ നീ കല്യാണം കഴിക്കരുത് എന്ന് പറഞ്ഞ ഹദ്ദാഖ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വന്തം ഭർത്താവിന് സാധിക്കാത്ത പല കാര്യങ്ങളും പറഞ്ഞ് പഠിപ്പിക്കുന്ന ചെയ്യിപ്പിക്കുന്ന പെണ്ണാണെങ്കിലോ, ഭർത്താവിന്റെ കപ്പാസിറ്റി നോക്കാതെ വാഹനം മാറ്റാൻ പറയുന്ന പെണ്ണ്, വീട് വലുതാക്കാൻ പറയുന്ന പെണ്ണ്, വസ്ത്രം വാങ്ങിത്തരാൻ വേണ്ടി പറയുന്ന പെണ്ണ്, ഭർത്താവിന്റെ ജോലി എത്രയാ, കൂലി എത്രയാ, അയാൾക്ക് വരുമാനം എത്രയാ എന്നൊന്നും ആലോചിക്കാതെ സ്വന്തം കൂട്ടുകാരിയുടെ ഉടുപ്പ് കണ്ടപ്പോ, ആ വീട്ടിലുള്ള വാഹനം കണ്ടപ്പോ, ആ വീടിന്റെ പ്രൗഢി കണ്ടപ്പോ, അതേ അടുത്ത വീട്ടിലുള്ള സൗകര്യതകൾ കണ്ടപ്പോ ഇതുപോലെ നമുക്കും വേണമെന്ന് നിർബന്ധിക്കുന്ന പെണ്ണുണ്ടല്ലോ, ആ പെണ്ണിന്റെ പേരാണ് ഹദ്ദാഖ. ഹദ്ദാഖയായ പെണ്ണിനെയും നിങ്ങളെ വിവാഹം ചെയ്ത് കൊടുക്കല്ലോ. എല്ലാവർക്കുള്ള മാതിരി എനിക്ക് എന്റെ ഭർത്താവ് എനിക്ക് എന്ത് വാങ്ങി തന്നാൽ അതാണ് എനിക്ക് തൃപ്തി. പിന്നെ ഒരു കാര്യം, ഭർത്താക്കന്മാരായ അങ്ങനെ വെറുതെയല്ല ഭർത്താവ് എന്നാണ്. ഈ ഭർത്താക്കന്മാർ ചിലപ്പോൾ എന്താക്കണ്ട, ഒരു സാധനമൊക്കെ വാങ്ങിക്കൊടുക്കും, കുറച്ച് വില കൂട്ടി പറയും. നമ്മളിപ്പോ കാസർഗോഡ് അങ്ങാടി അപ്പൊ കുറച്ച് ബംഗ്ലാദേശിലൊക്കെ ആൾക്കാരല്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ നിന്ന് അല്ലെങ്കിൽ ബോംബെയിൽ നിന്ന് കുറച്ച് പർദ്ദ കൊണ്ടെങ്കിൽ ഏതെടുത്താലും 250 അതിനൊന്നും എടുക്കുക. അവിടെ അതിന്റെ അപ്പുറത്തുണ്ട് സീനത്ത് ടെക്സ്റ്റൈൽസ്, ഒരു പേര് പറഞ്ഞ അവിടെ പോയി ഇങ്ങാണ്ട് ഒരു 10 ഉറുപ്പിക ഒരു കവറും വാങ്ങുക, എന്നിട്ട് ധൈര്യം ഇട്ട് കൊടുക്കുക. ആള് കൊണ്ടുപോയി കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് സീനത്തിന്റെ കവറാണ്, എനക്കും വേണ്ടിട്ട് വാങ്ങിയതാ, ഇതിലൊന്നും ഇപ്പൊ കളവ് വരുന്നത് ഇത്ര വിലയൊന്നും ഞാൻ നോക്കി. ഓൾക്ക് സന്തോഷം, സീനത്ത് കയറിയിട്ട് പറഞ്ഞിട്ടൊന്നും കണ്ടില്ല. പെണ്ണിന് സന്തോഷം. ആ കുറച്ച് വില കൂട്ടി കണ്ണിച്ചോരല്ലാതെ പറയും ചെയ്യരുത്. ആ ഇനിയിപ്പോ ഈ ഐഡിയ നിന്നിപ്പോ ഒരു കൊല്ലത്തിന് ഇവിടെ പോവാണില്ല. ഇതുകൊണ്ട് ഞങ്ങളോട് ഞങ്ങൾ പറഞ്ഞ ജുമാക്ക് കുറച്ചേരം ഇരിക്കി പള്ളിയിൽ ഒരു സലാം വീട്ടി അടുത്ത സലാം ആകുമ്പോൾ പൂട്ടില്ല.
പിന്നെ എങ്ങനെ ഈ വിഷയമൊക്കെ പറയാം? പുള്ളിയിൽ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഓരോ പറയാൻ പാടില്ല. ഇങ്ങോട്ട് ദേഷ്യം പിടിച്ചിട്ട് കാര്യമില്ല. ഭർത്താക്കന്മാരോട് പറയേണ്ട കാര്യങ്ങൾ നമ്മളെന്തിനാ വെള്ളിയാഴ്ച ഓരോ മീറ്റിംഗ് വെച്ച് പെണ്ണുങ്ങളെ കയറ്റാതെ? മുജാഹിദ് കയറ്റി. അതുകൊണ്ട് ഇപ്പൊ സംഘടന ആകെ കുലുങ്ങലായിട്ടുണ്ട്. ഏക സിവിൽ കോഡിനും വേണ്ടിയിട്ട് ഒച്ചപ്പാടുണ്ടാക്കാൻ പാടില്ല. കോഴിക്കോട് ജില്ലയിൽ മുജാഹിദും സുന്നിയും കിന്നിയും എല്ലാ അലവലാദികളും കൂടി ലാസ്റ്റ് ഇപ്പൊ എന്താണ് മുജാഹിദിലുള്ള പെണ്ണുങ്ങന്മാര് പറഞ്ഞു പറഞ്ഞ ശരിയല്ല, ഇതെത്തിനാ പിന്നെ നിങ്ങൾ സമ്മേളനം കൂടി പെണ്ണുങ്ങന്മാർക്ക് കൊടുക്കേണ്ടടുത്ത് കൊടുത്തു. അവിടെ എല്ലാരും കൂട്ടിക്കണക്ക്. മുജാഹിദിനും ജമാഅത്തിനൊക്കെ നമ്മളെ സ്ഥലത്തുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ പറയും ഇസ്ലാമിന്റെ കാര്യമല്ലേ? അതിന് ഇസ്ലാമിന്റെ ആൾക്കാർ ആ വിഷയത്തിൽ ഐക്യമാണ്. ആദ്യം 3 തലാഖ് ചൊല്ലിയ 1 പോവുക 3 പോവുക. സുന്നികൾ പറയും 3 പോകും, മുജാഹിദ് പറയും 1 പോകും. നിങ്ങളൊക്കെ ഞാൻ 300 രൂപ കടം വാങ്ങും. അതിന് ആചാര്യക്ക് 300 ഞാൻ തിരിച്ചു കൊടുക്കുമ്പോ 300 ഒറ്റടിക്കും. 300 വീടിയ 100 റുപ്യ ഓരോ ദിവസം കൊടുത്തു. അതും അതാ പറഞ്ഞ തൊലാക്ക് 3 വട്ടം ചൊല്ലിയാലും 1 തന്നെ. 3 പ്രാവശ്യമായിട്ട് ഓരോന്ന് വലിയാലും ഇതിനൊരു തീരുമാനം ആക്കണം മുസ്ലിം സമുദായം. എന്നിട്ട് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അഹലുമീങ്ങൾക്കെതിരെ കൊച്ചാക്കാൻ വേണ്ടി പർദ്ദ ധരിച്ചതും പർദ്ദ ധരിക്കാത്തതുമായ തരുണീമണികൾ ചാനലിന്റെ മുമ്പിൽ അള്ളാഹു ആ സമുദായത്തിന് നന്നാക്കി കൊടുക്കട്ടെ. ഉലമാ അല്ലേ അവിടെ? പാണക്കാട് തങ്ങളുപ്പാപ്പാനെ കുറിച്ച് എന്തറിയാം ഈ പെണ്ണിന്? ആലിക്കുട്ടി ഉസ്താദിനെ കുറിച്ച് എന്തറിയാം? എന്നിട്ട് ആ ആലിമീങ്ങൾ പറഞ്ഞതൊന്നും ശരിയല്ല എന്ന് ഈ മുജാഹിദിന്റെ പെണ്ണ് കൊണ്ട് പറയുമോ? ആ ഉലമാഇനല്ലേ ഈ കൊച്ചാക്കിയത്? അതിന് വഴിവെച്ചു കൊടുത്ത ആളുകൾ ശ്രദ്ധിച്ചോളാം. ഇനി അങ്ങനെ പണിക്ക് പോകരുത്. പെണ്ണിനെ അവിടെ നടത്തിക്കരുത്. ഓരോ അക്കളിത്തെ കാര്യം നല്ല മട്ടം പോലെ ചെയ്യട്ടെ. അതിനെന്നെ ഓർക്ക് സ്വർഗം കൊടുക്കും. മുഹമ്മദുർ റസൂലുള്ളാഹി. ഞാൻ എന്റെ വിഷയം മാറ്റി പറയുകയില്ല. സ്വന്തം ഭർത്താവ് കൊണ്ട് കൊടുക്കുന്നത് അദ്ദേഹത്തിന്റെ കപ്പാസിറ്റി നോക്കിയിട്ട് അത് ഉള്ളതെല്ലാം പൊരുത്തപ്പെടുന്ന പെണ്ണുണ്ടോ? ആ പെണ്ണിനെയാ നിങ്ങൾ ജീവിത സഖിയായിട്ട് കാണേണ്ടത്. അതല്ലാതെ ഭർത്താവിനോട് വീണ്ടും വീണ്ടും വില കൂടിയത് വേണോ എന്നിങ്ങനെ ഭർത്താവിനെ സാധിക്കാത്തത് നിർബന്ധിക്കുന്ന പെണ്ണിന് നിങ്ങളെ ജീവിത സഖിയാക്കല്ലോ. മൂന്നാമതോ പിന്നീട് മഹാന്മാര് പറയുള്ളൂ വലാ ബറാക്കയായ പെണ്ണിനെ നിങ്ങൾ അതെ ബറാക്കയായ പെണ്ണിന് നിങ്ങൾ വിവാഹത്തിൽ തിരഞ്ഞെടുക്കാൻ പാടില്ല. എന്താണ് ബറാക്ക എന്ന് പറയുന്നത്? മഹാന്മാരായ സ്വാലിഹീങ്ങൾ പറയുന്നു സ്വന്തം ഭർത്താവിന്റെ മുമ്പിൽ ഒരുങ്ങിത്താങ്ങുന്നതിന് മുമ്പ് സ്വന്തം ഭർത്താവിന്റെ മുമ്പിൽ അണിഞ്ഞൊരുങ്ങുന്നതിന് പകരോ അന്യ പുരുഷന്മാരെ മുമ്പിലേക്ക് അണിഞ്ഞൊരുങ്ങുന്ന പെണ്ണുണ്ടല്ലോ, ആ പെണ്ണിനെ നിങ്ങളെ കല്യാണത്തിന് കൂട്ടണ്ട കേട്ടോ. ആ പെണ്ണിനെ നിങ്ങളെ ഭാര്യയായി സ്വീകരിക്കണ്ട കേട്ടോ. സ്വന്തം ഭർത്താവിന്റെ മുമ്പിൽ വൃത്തിയോടുകൂടെ ചെല്ലുന്ന പെണ്ണ്, സ്വന്തം ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്ന പെണ്ണ്. ഓ എന്റെ ഉമ്മമാരെ, സാന്ദർഭികമായി നിങ്ങളോട് പറയട്ടെ, അല്ലാഹുവിന്റെ ഹബീബ് പറയുള്ളൂ 2 വിഭാഗം സ്ത്രീകളോട് എനിക്ക് വെറുപ്പാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. 3 വിഭാഗം പെണ്ണുങ്ങളോട് എനിക്ക് വെറുപ്പാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. വിധങ്ങൾ പറഞ്ഞു 3 വിഭാഗം പെണ്ണുങ്ങൾ. ഏതായി 3 വിഭാഗം പെണ്ണുങ്ങൾ? ഭർത്താവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി സുറുമയിലാണ്ട പെണ്ണിനെ എനിക്ക് ഇഷ്ടമില്ല. ഭർത്താവിന്റെ മുന്നിൽ സുറുമട്ടില്ല, അതൊരു പെണ്ണിന്റെ നല്ല സ്വഭാവമാണ്. ഇത് കല്യാണത്തിന് പോകുമ്പോൾ ഭാര്യ തീർക്കല്ലേ. മരിച്ചോടത്തേക്കൊക്കെ പോകുമ്പോഴാ പൗഡർ ഇടണം. ഇവിടെ പോക്കണ്ട വിചാരിച്ചു ഇവിടെ മരിച്ചടക്കണം. ആള് മരിച്ചേ കാണാൻ പോവല്ലേ. ഇവിടെ അല്ലാത്തങ്ങൾ നോക്കണ്ട. ഇവിടുത്തെ പെണ്ണുങ്ങൾ നന്നായി എന്ന് കരുതിയിട്ട് എല്ലായിടത്തെ പെണ്ണുങ്ങളും നല്ല നിങ്ങൾ ധരിച്ചു പോകരുത്. ഇവിടെ അങ്ങനത്തെ പെണ്ണുങ്ങളില്ല. ഭർത്താവ് അല്ലാത്തവരെ മുമ്പിലേക്ക് ഒരുങ്ങിത്താങ്ങി പോകുന്ന പെണ്ണ്, അത് മംഗലത്തിനായാലും സൽക്കാരത്തിനായാലും ടൂറിനായാലും
മയ്യത്ത് കാണാനായാലും ഓ എന്റെ പൊന്നുമോളെ ഭർത്താവിന്റെ മുമ്പിൽ സൗന്ദര്യത പ്രകടിപ്പിക്കേണ്ടതിന് പകരോ പുരുഷന്മാരെ മുമ്പിൽ പ്രകടിപ്പിക്കുന്നവളാണോ? നിനക്ക് അല്ലാഹു തആലയുടെ ശാപമുണ്ട്. ആ പെണ്ണിനെ നിങ്ങളെ ജീവിത സഖിയായി തിരഞ്ഞെടുക്കാൻ പാടില്ല. എന്നാലോ മഹാന്മാരായ സ്വാലിഹീങ്ങൾ പറയുന്നു, പിന്നെ ഒരു വിഭാഗം പെണ്ണിനെയും നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകണ്ട. ഏതാണ് ആ പെണ്ണെന്നറിയോ? ഭക്ഷണം കഴിക്കുന്നതിന്റെ നേരത്തെ പിണങ്ങി നിൽക്കുന്ന പെണ്ണ്, സ്വന്തം ഭർത്താവിന്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ മടി കാണിക്കുന്ന പെണ്ണ്. നിങ്ങൾ കഴിക്കാനുള്ളത് കഴിച്ചോ, ഞാൻ വേറെ ഇരുന്ന് കഴിച്ചോളാ എന്ന് പറഞ്ഞ് ഭർത്താവിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ മടി കാണിക്കുന്ന പെണ്ണുണ്ടല്ലോ, ആ പെണ്ണിനെ നിങ്ങൾ വിവാഹം ചെയ്യേണ്ടതില്ല. എന്നിങ്ങനെ 7 വിഭാഗം പെണ്ണുങ്ങളെ കല്യാണം കഴിക്കുന്നത് നല്ലതല്ല എന്ന് മഹാന്മാരായ സ്വാലിഹീങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എന്റെ ഉമ്മമാരെ, ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തിയതല്ല, നിങ്ങളെ വില നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഓ എന്റെ ചെറുപ്പക്കാരെ, ഒരു കല്യാണം കഴിച്ചപ്പോ നിന്നേക്കാൾ ആരോഗ്യമില്ലാത്തവളാണെന്ന് കണ്ടപ്പോ ആ പെണ്ണിനെ നീ ആക്രമിച്ചുകൂടോ? ആ പെണ്ണിനെ നീ വേദനിപ്പിച്ചുകൂടോ? മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങളെ പറഞ്ഞതല്ലേ, ലാ യഫറഖു മുഅ്മിനും മുഅ്മിനാ ഇൻ കരിഹ മിന്നാ ഖുലുഖൻ റദിയ മിന്നാ ആഖറൂ. ഏതെങ്കിലും ഒരു മനുഷ്യനോ, ഏതെങ്കിലും ഒരു മുഅ്മിനായ മനുഷ്യര്, ഒരു മുഅ്മിനായ ഭർത്താവ് മുഅ്മിനായ പെണ്ണിനോട് പിണങ്ങാൻ പാടില്ല, അവരെ വെറുക്കാൻ പാടില്ല, അവരെ തള്ളി പറയാൻ പാടില്ല. ഇൻ കരിഹ മിന്നാ ഖുലുഖാ, അവരുടെ ഏതെങ്കിലും ഒരു സ്വഭാവം നിനക്ക് പറ്റിയില്ല എങ്കിലോ റളിയ മിനാ ആഖറാ, അവളെ വേറെ സ്വഭാവം നിനക്ക് ഇഷ്ടപ്പെടോ? ഒരു സ്വഭാവം ദുസ്വഭാവമായിരിക്കും, വേറെ സ്വഭാവം വളരെ ഉഷാറാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സ്വഭാവ ഗുണങ്ങൾ മോശമായതിന്റെ പേരില് ഓളോട് നിങ്ങളെ പിണങ്ങാൻ പാടില്ല. മഹാനായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി ഒന്നും കൂടെ പറയട്ടെ, നിങ്ങൾ നിങ്ങളെ ഭാര്യയെ സ്നേഹിക്കുന്നവരാണോ? എന്നാൽ സ്നേഹിക്കുന്ന കാര്യം നിങ്ങളെ ഭാര്യയോട് നിങ്ങൾ തുറന്നു പറയണം. ഭർത്താക്കന്മാരെ സ്നേഹിക്കുന്നുണ്ടെന്നാണ് മനസ്സിൽ ലഡും പൊട്ടിച്ച് നടന്നാ പോരാ. മനസ്സിൽ ലഡു പൊട്ടിച്ചോണ്ടായില്ല, ഓളെ മുമ്പ് പോയിട്ട് ഇത് തുറന്നു പറയണം. കരളെ എന്താ ഇവിടെ വിളിക്കല്? പെണ്ണുങ്ങളെന്താ വിളിക്കല്? എന്തെങ്കിലും നല്ല പേര് പോയിട്ടുണ്ട്, ഇങ്ങനെ അന്തം വിട്ട് ഓളോടൊന്ന് പറയാം, എന്നോട് നിനക്ക് ഭയങ്കര സ്നേഹം, നീ കഴിഞ്ഞിട്ട് ഞാനിപ്പോ ഇന്ന് വരും. ഇവിടെ ഫദ്ൽ സഖാഫി ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ.